ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് താജ ഒപ്പീനിയൻ പോൾ സർവേ ഏറ്റവും പുതിയ സർവേയാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇന്ത്യ സഖ്യത്തിൽ നിന്നും AAPയും കോൺഗ്രസും തനിത്തനിയെ മത്സരിക്കുകയാണെങ്കിലുള്ള ഒപ്പീനിയൻ പോളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. വിവിധ ജില്ലകളിൽ നിന്നായി വിവിധ പാർട്ടികൾക്ക് കിട്ടാവുന്ന സീറ്റുകളുടെ എണ്ണമാണ് പറയുന്നത്. ആദ്യം പറയുന്ന ജില്ല ഫത്തേഹാബാദാണ്. ഫത്തേഹാബാദിൽ 3 സീറ്റുകളാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്തത് ജിംഗ് ജില്ലയാണ്. ജിങ്ങിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സോണിപത്താണ്. സോണിപത്തിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റുകളിൽ 2 സീറ്റ് BJPയും 4 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പാനിപ്പത്താണ്. പാനിപ്പത്തിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കർണാലാണ്. കർണാലിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റിൽ 3 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കൈതാലാണ്. കൈതാലിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് കോൺഗ്രസും 2 സീറ്റ് BJPയും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല കുരുക്ഷേത്രയാണ്. കുരുക്ഷേത്രയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല യമുനാനഗറാണ്. യമുനാനഗറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല അംബാലയാണ്. അംബാലയിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പഞ്ച്കുലയാണ്. പഞ്ച്കുലയിൽ 2 സീറ്റുകളാണുള്ളത്. 2ൽ 2ഉം കോൺഗ്രസ് നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഫരീദാബാദാണ്. ഫരീദാബാദിൽ 6 സീറ്റുകളാണുള്ളത്. 6 സീറ്റിൽ 2 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല പല്യാളാണ്. പല്യാളിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മേവാട്ടാണ്. മേവാട്ടിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 3ഉം കോൺഗ്രസ് നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഗുഡ്ഗാവാണ്. ഗുഡ്ഗാവിൽ 4 സീറ്റാണുള്ളത്. 4 സീറ്റിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല രേവാരിയാണ്. രേവാരിയിൽ 3 സീറ്റാണുള്ളത്. 3 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല മഹേന്ദ്രഗഡാണ്. മഹേന്ദ്രഗഡിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ജജ്ജാറാണ്. ജജ്ജാറിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല രോഹ്തക്കാണ്. രോഹ്തക്കിൽ 4 സീറ്റുകളാണുള്ളത്. 4 സീറ്റിൽ 1 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഭിവാനിയാണ്. ഭിവാനിയിൽ 6 സീറ്റാണുള്ളത്. 6 സീറ്റിൽ 2 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല ഹിസാറാണ്. ഹിസാറിൽ 7 സീറ്റുകളാണുള്ളത്. 7 സീറ്റിൽ 2 സീറ്റ് BJPയും 3 സീറ്റ് കോൺഗ്രസും 2 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. അടുത്ത ജില്ല സിർസയാണ്. സിർസയിൽ 5 സീറ്റുകളാണുള്ളത്. 5 സീറ്റിൽ 2 സീറ്റ് BJPയും 2 സീറ്റ് കോൺഗ്രസും 1 സീറ്റ് മറ്റുള്ളവരും നേടാനാണ് സാധ്യത. ആകെയുള്ള 90 സീറ്റിൽ 30 സീറ്റ് വരെ BJPയും 51 സീറ്റ് വരെ കോൺഗ്രസും 9 സീറ്റ് വരെ മറ്റുള്ളവരും നേടാനാണ് സാധ്യത.